ഹായ് ഗൈസ്, ഐ എം വിഷ്ണു ടി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വലിയൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ 5 സ്റ്റോക്സിനെ പറ്റിയിട്ടാണ്. ഇതൊരു ഫൈനാൻഷ്യൽ റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും കരുതരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നിഫ്റ്റി 50യുടെ മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. ഇപ്പോൾ നിഫ്റ്റി, അപ്പോൾ ഞാൻ കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഒന്ന് വീക്ക്ലി ടൈം ഫ്രെയിം കാണിച്ചു തരാം. ഇപ്പോൾ കറൻ്റ്ലി വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു SMC ലെവലാണ്. അത് ലിക്വിഡിറ്റി ഒക്കെ ഗ്രാബ് ചെയ്തിട്ട് ഇതൊരു ക്യാൻഡിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ബൗൺസ് ബാക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ലിക്വിഡിറ്റി ആവശ്യത്തിന് അധികം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് പോകാൻ ആവശ്യമുള്ളത്. ഇൻ കേസ് ഈ ലെവൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ പിന്നെ താഴെയുള്ളത് ഒരു ലെവൽ ഇതാണ്. അതാണ് കറക്റ്റായിട്ട് മന്ത്ലി ടൈം ഫ്രെയിമിൽ വരുന്നത്. ആ ലെവൽ മന്ത്ലി ടൈം ഫ്രെയിമിലത്തെ ഒരു ഡിമാൻഡ് സോണാണ്. അപ്പോൾ അവിടെ നിന്ന് ഫോളോ ആവുമെന്ന് പറയുമ്പോൾ ഇനിയും മാർക്കറ്റിന് ഫോളോ ആവാൻ സ്ഥലം ബാക്കി കിടക്കുകയാണ്. അതായത് ഒരു 10% മുകളിൽ ഇനി ഫോളോ ആവേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഇനിയും വലിയ വലിയ ലോസുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഇതിൻ്റെ സൈഡിലുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന 5 സ്റ്റോക്സ് ഇതൊക്കെ ആയിരിക്കും. TCS, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക് ആൻഡ് ഡാബർ. ഇപ്പോൾ ഇതൊക്കെ നിഫ്റ്റി 50യിലത്തെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ വരുന്ന സ്റ്റോക്കാണ്. ഇതിപ്പോൾ IT വരുന്നത്, ഇത് പെട്രോളിയം പ്രൊഡക്ട്സ്, ഓട്ടോ സെക്ടർ, ബാങ്കിങ് സെക്ടർ, FMCG. അപ്പോൾ 5 സെക്ടറാണ്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള സംഭവം ഞാനിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ TCSൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഫണ്ടമെൻ്റൽ സൈഡ് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം നിഫ്റ്റി 50യിലത്തെ സ്റ്റോക്സ് ആണ്, വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ വീക്ക്ലി ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടി വീഴാന്ന് പറയില്ല, അതേപോലെയാണ് TCS പൊട്ടി വീണിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലെവൽ കാണുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ആ ലെവൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ പിന്നുള്ള ലെവൽ ഇത് ഈ വരുന്ന ഒരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്ലാൻ പോലെ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1 lakh rupees ആണുള്ളതെന്ന് വിചാരിക്കുക. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് 1 lakh rupees ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ 5 സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 20,000 വെച്ചിട്ട് ഓരോ സ്റ്റോക്കിലാണ് ഇടുക. അപ്പോൾ 20,000 വെച്ച് ഒറ്റയടിക്ക് TCSൽ കൊണ്ടുപോയിട്ട് ഞാൻ 20,000 ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം 10,000 ആദ്യം ഇടും. 10,000 + 10,000 എന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ സ്റ്റോക്കിലും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് 1 lakh rupees ആണെങ്കിൽ ഓരോ സ്റ്റോക്കുകളിലും ഞാൻ 20,000 വെച്ചിട്ടായിരിക്കും ഇടാം. അതായത് ഞാൻ 5 സ്റ്റോക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജിൽ 10,000, രണ്ടാമത്തെ സ്റ്റേജിലായിരിക്കും പിന്നത്തെ 10,000 വരുന്നത് കേട്ടോ. ഓക്കെ, TCSൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ വരച്ചിട്ടുള്ള പ്രൈസ് റേഞ്ച് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഏകദേശം 3,400 എടുത്ത് നിൽക്കുന്ന ലെവലാണ്. ഇവിടെ ആയിരിക്കും എൻ്റെ ആദ്യത്തെ 10,000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോഴാണ് രണ്ടാമത്തെ 10,000ലേക്ക് ഞാൻ കിടക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹോൾഡ് ചെയ്യുമായിരിക്കും ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ താഴത്തേക്ക് പോകുന്ന സമയത്ത് അധികം അങ്ങോട്ട് ആവറേജിങ്ങിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആവറേജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ആവറേജ് ചെയ്ത് പോകാനാണ് കുറച്ചുകൂടി നല്ലത്. അതായത് TCS ഈ ലെവലോ അല്ലെങ്കിൽ ഈ ലെവലോ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. വീണ്ടും ചിലപ്പോൾ 5,000, 2,000, 1,000 ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. താഴത്തേക്ക് പോകുമ്പോൾ അധികം ആവറേജ് ചെയ്യരുത്. താഴത്തേക്ക് 2 സ്റ്റെപ്പാണ് വെച്ചിട്ടുള്ള, ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയും സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെയും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഞാൻ TCSൽ എൻ്റെ പ്ലാൻ വരുന്നത്. എല്ലാ സ്റ്റോക്കിലും 20,000 ആണ്, 10,000 + 10,000 ആണ്. നെക്സ്റ്റ് വരുന്നത് റിലയൻസ് ആണ്. റിലയൻസിൻ്റെ ലെവൽ നമുക്ക് നോക്കാം. റിലയൻസിൽ ഈ പറഞ്ഞ പോലെ 2 ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് SMC ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെവൽ ഇവിടെ ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ 1,151ൻ്റെയും 1,110, 11 ആ റേഞ്ച്. അപ്പോൾ ഇവിടെ ആയിരിക്കും ആദ്യത്തെ 10,000 ഇടാൻ പോകുന്നത്. രണ്ടാമത്തെ വരുന്നത് കണ്ടോ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇവിടെ സപ്ലൈയും ഡിമാൻഡും ആക്ട് ചെയ്തിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാണെങ്കിലാണ് നെക്സ്റ്റ് 10,000 rupees ഞാൻ റിലയൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ലെവലാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സോണായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഈ ഇരിക്കുന്ന ലെവൽ കേട്ടോ ഇപ്പോൾ, അതായത് നെക്സ്റ്റ് വീക്കിലേക്ക് അത് ബ്രേക്ക് ആയിട്ട് വരാണെങ്കിലാണ് ഈ ഒരു ലെവലിലേക്ക് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇത് ഇങ്ങനെ കണ്ട് ബ്ലൈൻഡായിട്ട് കയറി ഇൻവെസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾ ചാർട്ടൊക്കെ നോക്കിയിട്ട് വീക്ക്ലി ടൈം ഫ്രെയിമും ഡെയിലി ടൈം ഫ്രെയിമും മന്ത്ലി ടൈം ഫ്രെയിമൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, നിങ്ങളിപ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഫണ്ടമെൻ്റൽ സൈഡ് നിങ്ങൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ കുറച്ച് റാൻഡം ന്യൂസുകൾ നോക്കാമെന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ സ്റ്റോക്കുകൾ കുറവാണ്. ഓക്കെ, നമുക്കിനി ആക്സിസ് ബാങ്ക് നോക്കാം.
ആക്സിസ് ബാങ്ക് ഇപ്പോൾ ഒരു ലെവലിൽ തന്നെയാണ്. ഓക്കെ, ഇത് ഞാൻ പണ്ട് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളതാണ്, സോറി. ഓക്കെ, ഇത് ഈ ഒരു ലെവല് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൈയിങ് ലെവലായിരുന്നു. അതിന് ശേഷം വരുന്ന ലെവലാണ് ഈ ലെവല്. ഓക്കെ, അപ്പോൾ കറണ്ട് ലെവലിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം, ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ലെവലാണ് ആക്സിസ് ബാങ്ക് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതിന് ശേഷം വേണമെങ്കിൽ ഈ ലെവലിലേക്ക് ഇൻ കേസ് ഇനി തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഒരു ട്രൈയും കൂടി നടത്താം. അതായത് നെക്സ്റ്റ് 10,000 റുപ്പീസ്. അതല്ല ഇത് ബ്രേക്ക് ആയിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക, ഇനിയിപ്പോൾ ഈ ലെവലിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമില്ലെങ്കിൽ, അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്തൊരു റീടെസ്റ്റിന് നിങ്ങൾക്ക് രണ്ടാമത്തെ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇവിടെ ആയിരിക്കും ആദ്യത്തെ 10,000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. സോറി, നിങ്ങൾ ആരും ഇൻവെസ്റ്റ് ചെയ്യണ്ട, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ലെവൽ റെസ്പെക്റ്റ് ചെയ്ത് അപ്പോൾ മുകളിലേക്ക് പോയതിന് ശേഷം റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിലായിരിക്കും ഞാൻ രണ്ടാമത്തെ 10,000 ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക. ഓക്കെ, ഇനി ഡാബറിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡാബർ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു സോണിലാണ് നിൽക്കുന്നത്. ഇത് പണ്ടൊരു സ്വിംഗ് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെവലാണ്. ഇപ്പോൾ ഡാബർ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ ചിലപ്പോൾ ചെറിയൊരു ഫോൾ വരാൻ സാധ്യതയുണ്ട്. അതായത് കുഴപ്പമില്ല, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മാർക്കറ്റ് ഫ്ലക്ച്വേഷനൊന്നും നമ്മളിങ്ങനെ ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ കറൻ്റ്ലി നിൽക്കുന്ന ലെവലിലായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക. ഇൻ കേസ് ഡാബർ ബ്രേക്കായി പോവുകയാണെങ്കിൽ ഈ ലെവലിലാണ് എൻ്റെ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉള്ളത്, താഴത്തേക്ക് വരാണെങ്കിൽ. അതല്ല ഡാബർ മുകളിലേക്ക് പോകാനാണ് ഉദ്ദേശമെങ്കിൽ നേരത്തെ ആക്സിസ് ബാങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു റീടെസ്റ്റ് നോക്കിയിട്ടായിരിക്കും. ആ റീടെസ്റ്റ് ഇവിടെ ഒരു ബ്രേക്ക് തന്നതിന് ശേഷമുള്ള റീടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും. കാരണം ഇത് ഓൾറെഡി ചെറിയൊരു റീടെസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻ കേസ് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ SMC യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ മനസ്സിലാവും ഇതൊരു ചെറിയ ചോച്ച് ആൻഡ് ആ ലെവലിലേക്ക് വീണ്ടും ചോച്ച് വന്നതിന് ശേഷം ആ ലെവലിലേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും എൻ്റർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത 10,000 എവിടെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുക, ചിലപ്പോൾ ഇനിയും ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി 50യുടെ ചാർട്ട് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഞാൻ കാണിക്കാത്തത് ഹൈ വോളട്ടൈൽ ആയതുകൊണ്ടാണ്. പക്ഷേ സ്മോൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുക. കുറച്ചും കൂടിയും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മാത്രം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ചൂസ് ചെയ്യുക. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആണ്. അപ്പോൾ ഒരിക്കലും കമ്പനി പൂട്ടിപ്പോവില്ല എന്നാണ് ഉറപ്പുള്ളത്. അതായത് അപ്പോൾ ഞാനൊരു 10,000 രൂപ ഇതിൽ ഇട്ടിട്ട് ഇത് ഒരിക്കലും ഒരു സീറോയിലേക്ക് പോകുന്ന അവസ്ഥയില്ല. അത് അത്രയ്ക്കും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസാണ്. ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറുന്നതിൻ്റെ ഒപ്പം തന്നെ തിരിച്ചു കയറാനുള്ള സാധ്യത മോർ ദാൻ 80% ആണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇത് അടിപൊളിയാണ് അത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്വന്തം അനാലിസിസും സ്വന്തം സ്ട്രാറ്റജീസും സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യേണ്ടത്. ബിക്കോസ് ഇത് ഞാൻ സമ്പാദിച്ച പൈസയല്ല, ഇത് നിങ്ങൾ സമ്പാദിച്ച പൈസയാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ഹ്യൂജ് ക്രാഷ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.